അഴിമതികളുടെ അച്ഛൻ ആര് എന്ന് ചോദിച്ചാൽ മലയാളികൾ പറയുക ലാവ്ലിൻ കേസിനെ പറ്റിയാകും. എന്നാൽ അഴിമതികളുടെ അമ്മ ആരെന്ന് ചോദിച്ചാൽ മലയാളിക്കിന്ന് ഏത് അഴിമതി കേസിനെ കുറിച്ച് പറയണമെന്നറിയാതെ നട്ടം തിരിയേണ്ടി വരും. അഴിമതി, കൊള്ള, അക്രമം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രധാന വിഭവങ്ങളായി ഇവ മൂന്നും മാറിയിട്ട് 10 വർഷത്തോളമാകുന്നു. കേന്ദ്രം മുതൽ പഞ്ചായത്ത് വാർഡ് വരെയും തിരിച്ച് പഞ്ചായത്ത് വാർഡ് മുതൽ രാജ്യഭരണത്തിന്റെ ശിരാകേന്ദ്രം വരെയും മേൽപ്പറഞ്ഞ വിഭവങ്ങളുടെ വിളമ്പലും വിതരണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 നൂറ്റാണ്ടിനപ്പുറവും അഴിമതിയിലൂടെ സമ്പാദിച്ച് കൂട്ടാമെന്ന് പദ്ധതി തയ്യാറാക്കി മോഷ്ടിക്കുന്ന നേതാക്കന്മാർ ഉള്ള സംസ്ഥാനമാണ് നമ്മുടേത്. അത്തരമൊരു അഴിമതി കഥയിലേക്ക് പോയിന്റ് വ്യൂസ് നടത്തുന്ന അന്വേഷണമാണ് ഇവിടെ ആരംഭിക്കുന്നത്. ടൈറ്റാനിയം അഴിമതി കേസിലെ ആദ്യ പരാതിക്കാരൻ സെബാസ്റ്റ്യൻ ജോർജുമായി ഞങ്ങളുടെ പ്രതിനിധി ജിബിൻ ജെയ്സൺ നടത്തുന്ന അഭിമുഖം കാണുക, തിരിച്ചറിയുക. ഗുഡ് മോർണിംഗ്. ടൈറ്റാനിയം അഴിമതിക്കെതിരെ താങ്കളുടെ പോരാട്ടം തുടങ്ങിയിട്ട് 25 വർഷങ്ങൾ പിന്നിടുകയാണ്. കെ നയനാർ മുതൽ പിണറായി വിജയൻ വരെ 5 മുഖ്യമന്ത്രിമാർ, അതോടൊപ്പം 7 മന്ത്രിസഭകൾ ഈ കാലഘട്ടത്തിൽ പിന്നിട്ടു. ഒത്തിരി സംഭവവികാസങ്ങൾ ഈ പല മന്ത്രിസഭകളിലുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി പ്രതിസന്ധികൾ താങ്കൾക്ക് നേരിടേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. എന്താണ് ഈ ടൈറ്റാനിയം അഴിമതി എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാമോ? ടൈറ്റാനിയം അഴിമതി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? ഉമ്മൻചാണ്ടി എന്തോ കോടികൾ ഒഴുകിയ ഒരു അഴിമതി എന്നുള്ളതാണ്. ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ്? ഈ കമ്പനിയിൽ എങ്ങനെയാണ് ഒരു പൊല്യൂഷൻ വിഷയമാണ് കോടികളുടെ അഴിമതിക്ക് വഴിതെളിച്ചത് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ തുടക്കം എവിടെ, എന്താണ് യഥാർത്ഥ പ്രശ്നം എന്നുള്ള ആളുകൾ ആരും മനസ്സിലാക്കുന്നില്ല. ഇത് സംബന്ധിച്ചുള്ള വാർത്തകളും വരുന്നില്ല. എല്ലാവരും ഉള്ളി ഉമ്മൻചാണ്ടി എന്നുള്ള ആ ഒരു പ്രൊജക്ഷനിലേക്ക് വന്നു എന്നുള്ളതാണ്. യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത്, ഞാൻ 1980 ടൈറ്റാനിയം കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. വോളിബോൾ ടീം ഫോം ചെയ്ത നവംബർ 1980 ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ കോളേജിലെ MIക്ക്. ഈ കമ്പനിയുടെ ചരിത്രവും കാര്യങ്ങളൊക്കെ പിന്നീടാണ് ഞാൻ പഠിക്കാനിടയായത്. വളരെ യാദൃശ്യമായിട്ടാണ്. 99 ഈ കമ്പ്യൂട്ടർ ഇറങ്ങിയ ഒരു കാലഘട്ടമുണ്ട്. അത് MS ഓഫീസ് പഠിക്കാൻ പോയി. അത് കഴിയുമ്പോൾ കമ്പനിയിൽ കുറെ കമ്പ്യൂട്ടർ ഇരിപ്പുണ്ട്. ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഈ കമ്പനിയുടെ ചരിത്രവും ഈ ഫിനാൻഷ്യൽ അനാലിസിസ്, എനിക്ക് ബാലൻസ് ഷീറ്റ് അനലൈസ് ചെയ്യാൻ അറിയാം, അങ്ങനെ ഒരു പഠനം നടത്തി ഇതിന്റെ ചരിത്രം അറിയാം. 951 മുതലുള്ള പ്രൊഡക്ഷൻ, സെയിൽസ്, 51 ഉൽപ്പാദനം ആരംഭിക്കുന്നത്. ഇതിന്റെ പ്രോഫിറ്റ്, മറ്റു കാര്യങ്ങൾ അറിയാം. ഓരോ ഹെഡിലും കോസ്റ്റിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന വർധനവ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ടുള്ള അറിവ് എനിക്കുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ യാദൃശ്യമായിട്ട് നാട്ടുകാരുടെ ഒരു സമരം ഉണ്ടാകുന്നു. 2000 ഒക്ടോബർ 28 ഈ കമ്പനിയിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുക്കുന്ന ഓട അവർ അടച്ചു. 17 ദിവസം കഴിഞ്ഞുകൂടെ വളരെയധികം ചർച്ചകൾ നടന്നു. തിരുവനന്തപുരം ബിഷപ്പ് ഹൗസ് കേന്ദ്രീകരിച്ചും സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചുമൊക്കെ ചർച്ചകൾ നടന്നെങ്കിലും പരിഹാരം കണ്ടെത്താൻ പറ്റാതെ വന്നപ്പോൾ 2000 നവംബർ 14 കമ്പനി ലോക്കൗട്ട് ചെയ്തു. ഇതിനെ തുടർന്നാണ് ഞാൻ നവംബർ 16 ലോകായുക്തനെ സമീപിച്ച് കമ്പനി തുറക്കണം എന്നാവശ്യപ്പെടുന്നത്. അതുപോലെ ഈ ഒരു 100 കോടിയുടെ ഒരു പ്രോജക്റ്റ്, പൊല്യൂഷൻ കൺട്രോൾ പ്രോജക്റ്റ്, അപ്പൊ അതിന്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ എനിക്ക് അറിയത്തുള്ളൂ. ഉദ്യോഗസ്ഥന്മാരെ എൻ്റെ പ്രോജക്ട് റിപ്പോർട്ട് അന്നേരം എൻ്റെ കൈവശമില്ല. ഞാൻ എൻ്റെ കൈവശം ഈ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ അറിവുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ഫയൽ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഉന്നത ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ലഭിച്ച അറിവുണ്ട്. ഈ 100 കോടി പദ്ധതി എന്താണെന്നുള്ളതും അതിന്റെ കോസ്റ്റും കാര്യങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ ഞാനിത് പോയിന്റ് ഔട്ട് ചെയ്തു ഇങ്ങനെ. അപ്പൊ അത് തുടർന്ന് ഓക്കെ, അത് പിന്നീട് പരിഗണിക്കുക, ആദ്യം കമ്പനി തുറക്കട്ടെ എന്ന് ലോകായുക്ത പറഞ്ഞു. ലോകായുക്തയുടെ ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഈ പദ്ധതികൾ പ്രായമല്ല എന്ന് പറയുന്നതൊക്കെ. ഇതിന്റെ യഥാർത്ഥ ചരിത്രം എന്ന് പറഞ്ഞാൽ 1946 ഈ കമ്പനി സ്ഥാപിതമാകുന്നത്. സർ CP രാമസ്വാമി മുൻകൈ എടുത്തിട്ടുണ്ട്. കാരണം കേരളത്തിലൊരു വ്യാവസായിക വിപ്ലവം കൊണ്ടുവരുന്ന CP ആണെന്നുള്ളതാണ്. കാരണം FACT എല്ലാ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കൊണ്ടിരുന്നതാണ്. 40 നമ്മുടെ പള്ളിവാസല് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഒക്കെ വരുന്ന ആ ഒരു കാലഘട്ടം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് FACT വരുന്നതും ഒക്കെ ആ ഒരു കാലഘട്ടത്തിലാണ്. നമ്മൾ 51 ഇതിന്റെ ഉൽപ്പാദനം ആരംഭിക്കുന്നത്. ആദ്യം 48 ബ്രിട്ടീഷ് ടൈറ്റാൻ പ്രൊഡക്ട്സിനെയാണ് ഇതിന്റെ മാനേജ്മെന്റ് ഏജൻസി ഏൽപ്പിക്കുന്നത്. അവരാണ് ഇത് തുടക്കം കുറിക്കുന്നത്. 51 പ്രതിദിനം 5 ടൺ ഉൽപ്പാദനവുമായിട്ട് കമ്പനി പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇതിന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇൽമനേറ്റ് ആണ്. ചവറയിൽ നിന്നും മണവാളക്കുറിച്ചിൽ നിന്നത് കരിമണല്. ഈ കരിമണല് അതിന്റെ ഉൽപ്പാദനപ്പൊക്കെ ഉപയോഗിക്കുന്ന മറ്റ് കെമിക്കൽ എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. പിന്നെ ഒരു 1/4 ടൺ സ്ക്രാപ്പും വരും. ഇത് പ്രോസസ്സ് ചെയ്തിട്ടാണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇത് ഗ്രൈൻഡിങ് ആണ് ഇൽമനേറ്റ്. പിന്നെ എൻ്റെ ഡൈജഷൻ, സെറ്റിലിങ്, കാൽസിനേഷൻ, ഫിൽട്രേഷൻ എന്നൊക്കെ പല സ്റ്റേജും കഴിഞ്ഞ് മില്ലിങ് ആൻഡ് പാക്കിങ് വൈറ്റ് പൗഡറാക്കി മാറ്റുകയാണ്. ഇതാണ് ഈ കേരളത്തിലെ മെയിനായിട്ട് പെയിന്റ് ഇൻഡസ്ട്രിയിൽ വന്ന ഭൂരിഭാഗം ശതമാനം ഉപയോഗിക്കുന്നത്. പിന്നെ ടെക്സ്റ്റൈൽസ്, വെള്ളയുടെ അംശമുള്ള എല്ലാത്തിലും ഈ ടൈറ്റാൻ ഡയോക്സൈഡ്.
ഇത് ഏഷ്യയിലെ തന്നെ ഒരു കുത്തകയായിരുന്നു ആ തുടങ്ങിയ കാലത്ത്. കാരണം അത്രയും ഡിമാൻഡുണ്ട്. കാരണം വേറെ ഈ കമ്പനികളില്ല. ഇതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് അവിടെ തുടങ്ങാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ധാരാളം വെള്ള പ്രോസസ്സിംഗിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുത്ത കൊച്ചുവേളി എയർപോർട്ടിനടുത്തുള്ള ഒരു സ്ഥലമാണ്, കമ്പനി ഇരിക്കുന്ന സ്ഥലത്ത് വെള്ളം ധാരാളം ലഭ്യമായിട്ടുള്ള സ്ഥലം. പിന്നെ ഇതിന്റെ സൾഫ്യൂരിക് ആസിഡ് പ്രോസസ്സിംഗ് ഉപയോഗിക്കുന്നുണ്ട്. വേസ്റ്റ് എഫ്ലുവന്റിൽ ആസിഡിന്റെ അംശമുണ്ട്. ഇപ്പൊ കടത്തീരത്ത് നിന്നും 250 മീറ്റർ അകലെയാണ് ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഈ ഓട വഴി കടലിൽ ചെന്ന് കഴിയുമ്പം ഈ ആസിഡും ആൽക്കലിയും കൂടെ ചേരുമ്പോൾ ന്യൂട്രലൈസ് ചെയ്യപ്പെടുന്നുള്ള സിമ്പിൾ സയൻസ്. കടൽവെള്ളം ക്ഷാരഗുണമുള്ളതാണ്, അതാണ് കാരണം. പിന്നെ റെയിൽവേ ലൈനിന്റെ അടുത്താണ്, റെയിൽവേ ലൈനാണ് ഒരു സൈഡിൽ കൂടെ ബൗണ്ടറി പോകുന്നത്. അപ്പം ഈ ഗുഡ്സ് റോ മെറ്റീരിയൽ കൊണ്ടുവരാനും തിരിച്ച് ഫിനിഷ്ഡ് ട്രാൻസ്പോർട്ടേഷനും അന്ന് ഈ ലോറിയൊക്കെ അന്ന് ഇല്ല, അന്ന് റെയിൽവേ വഴിയാണ്. അപ്പോൾ കമ്പനിക്കിലേക്ക് ഈ കാര്യങ്ങളെല്ലാം കണക്ക്. അപ്പൊ അന്ന് അധികം സെറ്റിൽമെന്റ് ഇവിടെ ഇല്ല, ആ പ്രദേശം വിജനമാണ് അങ്ങനെ ഇരിക്കുന്നത്. ഈ 3-4 കാരണങ്ങൾ കൊണ്ടാണ് ആ ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം. എയർപോർട്ടൊക്കെ പിന്നീട് വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഇത് വന്നു, 5 ടണ്ണായി, പിന്നെ 60-ല് 10 ടണ്ണായി, 63-ല് 18 ടണ്ണായി. പിന്നെ ഒരു മേജർ എക്സ്പാൻഷൻ വരുന്നത് 73-74 കാലഘട്ടത്തിലാണ്. ഈ 60-കളിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു എക്സ്പാൻഷൻ വരുന്ന സമയത്ത് തദ്ദേശവാസികൾ പ്രക്ഷോഭം ഉണ്ടാക്കുന്നു. കാരണം ഈ ഇതിന്റെ എയർ പൊല്യൂഷൻ ഒരു വിഷയമുണ്ട്, അതുണ്ട്. കാരണം സൾഫർ ഉപയോഗിച്ച് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുമ്പോൾ സൾഫർ ഡയോക്സൈഡിന്റെ എമിഷൻ വരുന്നുണ്ട്. ഈ കരിമണൽ പൊടിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡിന്റെ എമിഷൻ. ഇപ്പൊ ഇത് രണ്ടും ശകലം കുത്തലുണ്ടാക്കുന്നതാണ്. ഞാൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, എനിക്കറിയാം കാലഘട്ടത്തിൽ എങ്ങനെയാണെന്നുള്ളത്. അതൊരു വിഷയം ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ വാട്ടർ പൊല്യൂഷന് നേരെ കടലിൽ ചെന്ന് ഇതിങ്ങനെ ഡിസ്ചാർജ് ന്യൂട്രലൈസ് ചെയ്യപ്പെട്ട് പോകുന്നതുകൊണ്ട് അതുമൂലം ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് ഒരു രേഖയില്ല. അത് അപ്പൊ ഇങ്ങനെ വന്ന ഒരു സമരം നടത്തി, ജോലി സംവരണം, ആദ്യം കാഷ്വൽ ലേബറിന്റെ അപ്പോയിന്റ്മെന്റിൽ സംവരണം വേണമെന്നുള്ളായിരുന്നു അവരുടെ ആവശ്യം. അങ്ങനെ കാഷ്വൽ ലേബറിന്റെ അപ്പോയിന്റ്മെന്റിൽ അവർക്ക് സംവരണം കൊടുത്തിരുന്നു. അപ്പൊ ഈ ഓരോ സമയത്തും പിന്നീട് 73 മേജർ എക്സ്പാൻഷൻ വന്നപ്പോൾ വീണ്ടും സമരം നടത്തി. അവർക്ക് അത് കൂട്ടിക്കൊടുക്കണം എന്ന് പറയും, 20% വേണമെന്ന് പറഞ്ഞു. അന്ന് പഴയ DGP ആയിരുന്ന MK ജോസഫ്, അദ്ദേഹം DIG ആണ്, 1 മാൻ കമ്മീഷനായിട്ട് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത് 73-74 കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ശുപാർശ കൊടുത്തു. ഇവർക്ക് അൺസ്കിൽഡ് ലേബറിന്റെ അപ്പോയിന്റ്മെന്റിൽ ജോലി സംവരണം കൊടുക്കുക. ഇതിന്റെ സംവരണം കൊടുക്കാനുള്ള ഒരു ബൗണ്ടറി ഡിമാർക്കേറ്റ് ചെയ്തു. ഈ കമ്പനിയുടെ 1 കിലോമീറ്റർ നോർത്ത് സൗത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ കണ്ണൂർ സൈഡിലേക്ക് വരുന്നു, തിരിച്ചിങ്ങോട്ട് എയർപോർട്ടിൽ. അപ്പോൾ ആ 1 കിലോമീറ്റർ നോർത്ത് സൗത്ത്, ഒരു സൈഡിൽ റെയിൽവേ ട്രാക്കാണ്, ഇപ്പുറത്തെ സൈഡിൽ കടലുമാണ് പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഇതിലേക്കായിട്ട് ഇത് ഒരു ഡിമാർക്കേറ്റ് ചെയ്തുകൊണ്ട് അവർ അൺസ്കിൽഡ് ലേബറിന്റെ അപ്പോയിന്റ്മെന്റ് 20% ആണ്. പിന്നീട് അന്നേരം വന്നപ്പോൾ റെയിൽവേ ലൈനിന്റെ ഇപ്പുറത്തുള്ള ആളുകൾക്ക് അവർക്കും വേണമെന്നും പറഞ്ഞ് അവർ സമരം നടത്തി. അങ്ങനെ 5% അവർക്കും കൊടുത്തുകൊണ്ട് ആ വിഷയം അന്നത്തെ ഇതിൽ ചെയ്തു. പക്ഷെ MK ജോസഫ് കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു, പ്രൊഫഷണലി അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ സംവരണം പറഞ്ഞിരുന്നത്. അല്ലാതെ വെറുതെ ഇന്ന ജാതിപ്പെട്ട ആളുകൾക്കൊന്നോ ഇല്ലെങ്കിൽ അല്ല പറഞ്ഞിരിക്കുന്നത്, പ്രൊഫഷണലി അഫക്റ്റഡ്. അപ്പം ഈ പൊല്യൂഷൻ വിഷയം മൂലം ആർക്കാണ് തൊഴിൽ നഷ്ടം സംഭവിക്കുന്നത്, അവർക്കാണ് ഈ സംവരണം ശുപാർശ ചെയ്യുന്നത്. ഈ പ്രൊഫഷണലി അഫക്റ്റഡ് ആരാണെന്നുള്ളത് ആരും ഇതേവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അത് ആരെയൊക്കെയാണ് ബാധിക്കുന്നത് ഈ പൊല്യൂഷൻ മൂലം എന്നുള്ളത്. അങ്ങനെ പക്ഷേ അന്ന് ഇൻഡസ്ട്രീസ് നിന്ന് ഒരു TV തോമസ് ആയിരുന്നു ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ, ഒരു ലെറ്റർ കൊടുത്തു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ കമ്പനി ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു ഈ ജോലി സംവരണം ചെയ്ത്. പക്ഷേ ഈ MK ജോസഫ് കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ബൗണ്ടറി ഡിമാർക്കേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലരും അതിന്റെ സമീപത്തുള്ള സർക്കാർ ഭൂമി കൈയേറി, പിന്നീട് പട്ടയം പിടിച്ചു. കാരണം അവിടെയുള്ളവർക്കാണ് ജോലി സംവരണം. ഇപ്പൊ ഞാൻ 80-ല് അവിടെ ജോയിൻ ചെയ്യുമ്പോൾ കുറെ ആളുകൾ ഇങ്ങനെ കമ്പൊക്കെ കുത്തി സ്ഥലങ്ങൾ വളച്ചെടുക്കുന്നുണ്ട്. ഞാൻ മറ്റേ വയർലെസ് സ്റ്റേഷൻ എടുത്താണ് താമസിച്ചിരുന്നത്. എൻ്റെ അടുത്ത് ഒരു എന്താ സംഭവം എന്നൊന്നും നമുക്കും അറിയത്തില്ല. പിന്നീട് ഈ ചരിത്രം പഠിച്ചപ്പോഴാണ് മനസ്സിലായി ഇതാണ് ഉണ്ടായ വിഷയം എന്നുള്ളത്. പക്ഷെ ഒറിജിനൽ ആയിട്ടുള്ള കുറച്ച് സെറ്റിൽമെന്റ് നേരത്തെ ഉണ്ട്. പിന്നീട് ഓൾ സയൻസ് കോളേജൊക്കെ അതിന് ശേഷം വന്നതാണ്. പക്ഷെ അതൊക്കെ കണ്ടീഷനിലായിരുന്നു അവിടെ കൊടുത്ത്, താൽക്കാലികമായിരുന്നു. കാരണം ഇതിന്റെ ഇത്ര ചുറ്റളവിൽ സെറ്റിൽമെന്റ് അനുവദിക്കാൻ പാടില്ല എന്ന് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നതായിട്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന്റെ രേഖ എൻ്റെ കേട്ടിട്ടില്ല. പക്ഷെ ദിസ് വാസ് ഹാപ്പൻ. അതെന്തും ആയിക്കോട്ടെ, ഇവര് ഈ ആളെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ സമരം നടത്തുന്നു, കുറച്ച് പേരെ കയറ്റുന്നു, അതോടെ ആ വിഷയം തീരുന്നു. അങ്ങനെ ഒന്ന് ഈ ഒരു വിഷയം 1974-ലാണ് പൊല്യൂഷൻ കൺട്രോൾ ആക്ട് വരുന്നത്. അപ്പം ആ നിയമം നേരെ നിങ്ങൾ വെറുതെ കടലിലേക്ക് അയക്കുകയാണ്. അപ്പൊ അത് ശരിയല്ല, അത് ട്രീറ്റ് ചെയ്ത് അയക്കണം എന്ന് പറഞ്ഞാൽ അത് പഠിക്കാനായിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രാഫി 76-ൽ നിയമിക്കുകയാണ്, ഗോവയിലുള്ള ഇത്. അപ്പൊ അവര് 1.5 വർഷം അവിടെ സ്റ്റേ ചെയ്ത് ആധികാരികമായ പഠനം നടത്തി അവർ 980-ൽ റിപ്പോർട്ട് കൊടുക്കുന്നു. അപ്പൊ അവരുടെ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഓട വഴി നേരെ കടലിലേക്ക് അയക്കുകയാണ്, ട്രെയിനിങ്ങിനെ ഉണ്ടാക്കിയിട്ട് അവിടെ ചെന്ന് ഇത് കടലുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ വിത്തിൻ 20 മിനിറ്റ്സ് 1:1000 ടൈംസ് ഡയലൂഷൻ സംഭവിക്കുകയാണ് വിത്തിൻ. അപ്പോൾ ഇത് കഴിഞ്ഞ് സംഭവിക്കുന്നു 200 മീറ്റർ റേഞ്ചിൽ ഡിസ്ചാർജ് പോയിന്റിന്റെ 200 മീറ്റർ ഓൺ ഐദർ സൈഡ്, ഇങ്ങനെ 2 സൈഡിലേക്ക് നേരെ സ്പ്രെഡ് ചെയ്യുന്നു. ആ ഏരിയ ഇതിൽ അസിഡിക്ക്
നോട്ട് സേഫ് ഫോർ മറൈൻ ലൈഫ്. 200 മീറ്റർ. അപ്പോൾ 200 × 200 എന്നുള്ള നമുക്ക് ഏരിയ ആണ് കൂട്ടി അറിയാം. ദെൻ 200 മീറ്റർ അപ്പുറം PH6 ആണ്, 500 മീറ്റർ അപ്പുറം PH7. അപ്പൊ അത്രയും ഏരിയയിലാണ് ഈ ഒരു പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. 20 മിനിറ്റ് കൊണ്ട് ഇത് ന്യൂട്രലൈസ് ചെയ്യപ്പെടുന്നുള്ളതാണ് അവർ കൊടുത്തത്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഫെറസ് സൾഫേറ്റിന്റെ അംശമുണ്ട്, തുരുമ്പിന്റെ അംശം. ഇത് ഉള്ളത് കൊണ്ട് ഒരു ബ്രൗണിഷ് കളർ സീ വാട്ടർ കാണാം. അത് 2 സൈഡിലേക്കും 8 കിലോമീറ്റർ സ്പ്രെഡ് ചെയ്യുന്നു. ആക്ച്വലി ഇത് നോൺ ടോക്സിക് ആണ്. പിന്നീട് പഠനം കമ്പനി എന്നോട് കൊടുത്തിട്ടുണ്ട്, ഇത് ആൽഗയുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന, ആൽഗ മത്സ്യത്തിന്റെ ഭക്ഷണമായി മാറുന്നു എന്നുള്ളതാണ്. പക്ഷെ ഈ കളർ കാണുന്നതാണ് ഇവർ ഉയർത്തിപ്പിടിക്കുന്ന ഈ പൊല്യൂഷൻ പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷെ ഇതുമൂലം ആർക്കെങ്കിലും മാരകമായ എന്തെങ്കിലും രോഗം വന്നതായിട്ട് ആരെങ്കിലും മരിച്ചായിട്ട് ഒരു രേഖയില്ല. ഇത് വെച്ച് ഓക്കെ. ഇപ്പോൾ അവർ സജസ്റ്റ് ചെയ്ത് നേരെ ഇങ്ങനെ കടലിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സീ വാട്ടറായിട്ട് കടലിൽ ചെന്ന് കഴിയുമ്പോൾ ഒക്കെ ഇതിന്റെ അസിഡിറ്റിയും ടോക്സിറ്റിയും ടെമ്പറേച്ചറും കുറഞ്ഞു സീ വാട്ടറായിട്ട് മിക്സ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഒരു സീ വാട്ടർ കടലിലേക്ക് അയക്കുന്നതിന് മുമ്പ് ഇത് ട്രീറ്റ് ചെയ്ത് സീ വാട്ടറായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അസിഡിറ്റിയും ടോക്സിറ്റിയും ടെമ്പറേച്ചറും കുറയുമ്പോൾ ഒരു പൈപ്പ് 750 മീറ്റർ ദൂരെ കടലിലേക്ക് പൈപ്പ് വഴി ഡിസ്ചാർജ് ചെയ്യുക കമ്പനിയിൽ നിന്ന്. അപ്പം പുറത്തേക്ക് ഇത് എവിടെയും പോകുന്നില്ല. 750 മീറ്റർ ദൂരെ 60 അടി ഡെപ്ത് ഉണ്ട്, 80 മീറ്റർ. അവിടെ അണ്ടർ കറണ്ട് ഉള്ളതുകൊണ്ട് ക്വിക്കായിട്ട് ന്യൂട്രലൈസ് ചെയ്യപ്പെടും. ഇതാണ് അവർ കൊടുത്ത ശുപാർശ. അപ്പൊ നേരെ കമ്പനിയിൽ നിന്നും ഈ പറഞ്ഞ ഇപ്പൊ ഇത് കടൽ തീരത്ത് ഒരു ടാങ്ക് ഇട്ടിരുന്നാൽ മതി, കമ്പനിക്കകത്ത് തന്നെ സീ വാട്ടർ ഇങ്ങോട്ട് പമ്പ് ചെയ്തിരുന്നാൽ മതി. ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ പൊല്യൂഷന്റെ ഇമ്പാക്ട് ഇത് കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ ശുപാർശ കൊടുത്ത് ഗോവയിലെ ചില കമ്പനികളിൽ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ കടപ്പുറത്തുള്ള ആൾക്കാരെയൊക്കെ ഇത് കാണിക്കുന്നതിന് വേണ്ടി അവരെയും കൂട്ടിപ്പോയി അവർക്കും അത് ബോധ്യപ്പെട്ട് അങ്ങനെ എല്ലാവരും ഇത് അംഗീകരിച്ച് കമ്പനി 87 ഈ 1 കിലോമീറ്റർ ദൂരം 250 മീറ്റർ കമ്പനിയിലും 750 മീറ്റർ കടലിലേക്കും 1000 മീറ്റർ പൈപ്പ് മേടിച്ച് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവർ പൈപ്പ് ഇടാൻ സമ്മതിച്ചില്ല നാട്ടുകാർ, കടപ്പുറത്തുള്ള മത്സ്യത്തൊഴിലാളികൾ. ഇപ്പോൾ പൈപ്പ് ഇട്ടാൽ വല തട്ടും എന്നുള്ള ഒരു പോയിന്റ് ഇത് കൊടുത്ത്. പക്ഷെ പിന്നീട് ഞാൻ ചരിത്രം പഠിക്കാൻ വേണ്ടി ഈ ഇന്ത്യയിൽ ഈ ആസിഡ് റിക്കവറി ടെക്നോളജി ആർക്കും ഇല്ല. വിദേശത്ത് ഇത് കണ്ടുപിടിക്കുന്നത് 1980-കളിലാണ്. അപ്പോൾ അന്ന് മുതലേ ഇതിന്റെ ഏജന്റുമാർ ഇത് ഇവിടെ കെട്ടിയേപ്പിച്ച് പൈസ അടിക്കാനുള്ള ശ്രമം തുടങ്ങിയെന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇത് വന്ന് പൈപ്പിടാൻ സമ്മതിച്ചില്ല, അതവിടെ കിടന്നു. അപ്പൊ ഞാൻ ഈ 1980 ജോയിൻ ചെയ്യുമ്പോൾ കുറെ പൈപ്പ് അവിടെ കിടക്കുന്ന കാണാം. പക്ഷെ ഇതിന്റെ ചരിത്രം എന്താണെന്നുള്ളത് എനിക്കും അറിഞ്ഞൂടെ. അത് കഴിഞ്ഞ് 95 കാലഘട്ടത്തിൽ ഭരത് ഭൂഷൺ MD ആയിരുന്ന കാലത്ത് ഈ പൈപ്പ് ലൈൻ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഈ കടപ്പുറത്തുള്ള ആൾക്കാരായിട്ട് ഒരു എഗ്രി ഉണ്ടാക്കുന്നു. ഇവിടുത്തെ സമീപ പ്രദേശങ്ങളിലെ പുരോഹിതന്മാരും കടപ്പുറത്തുള്ള കോസ്റ്റൽ അപ്ലിക്കേഷൻ അസോസിയേഷൻ നേതാക്കന്മാർ, MB ചാൾസ് MB, MMS MLA ഇവരെല്ലാം കൂടെ പങ്കെടുത്ത മീറ്റിങ്ങിൽ ഇത് സംബന്ധിച്ചൊരു MOU ഉണ്ടാക്കുകയാണ്. അതായത് ഈ പൈപ്പ് ലൈൻ പദ്ധതി നടപ്പിലാക്കാൻ സഹകരിച്ചാൽ ഈ നടപ്പിലാക്കുന്ന മുറയ്ക്ക് ഇവർക്ക് 50 ലക്ഷം രൂപ ലോണായിട്ടും 50 ലക്ഷം രൂപ ഇതായിട്ടും ഗ്രാൻഡായിട്ടും കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇവരുടെ വെൽഫെയർ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി. പിന്നെ ഒരു ഡിസ്പെൻസറി കെട്ടിക്കൊടുക്കുക, കുടിവെള്ളത്തിനുള്ള പൈപ്പ് എല്ലാം ഇട്ട് കൊടുക്കുക. പക്ഷേ ദേ ഷുഡ് എഗ്രി ഫോർ പൈപ്പ് ലൈൻ ഇത് നടപ്പിലാക്കാൻ സഹകരിക്കണം എന്നുള്ളത്. അങ്ങനെ അഗ്രിമെന്റ് ഉണ്ടാക്കി ഇത് പോയെങ്കിലും പിന്നീട് അവർ തടസ്സം സൃഷ്ടിച്ചു. അങ്ങനെ ഈ കമ്പനിയിൽ നിന്നുള്ള ഈ വേസ്റ്റ് ഓഫ് ഫ്ലൂയിന്റ് പോകുന്ന ഓടയ്ക്ക് 2 സ്ഥലം താമസിക്കുന്ന 28 കുടുംബങ്ങളുടെ ഭൂമി പൊന്നും വിലയ്ക്ക് കമ്പനി അക്വയർ ചെയ്തു. അത് കഴിഞ്ഞ് അതും സമ്മതിച്ചില്ല. 28 കുടുംബങ്ങളിൽ നിന്ന് ഒരാൾക്ക് അവിടെ ജോലി കൊടുത്തു. ഇത് കഴിഞ്ഞ ശേഷം പക്ഷേ ഈ പൈപ്പ് ലൈൻ പദ്ധതി നടപ്പിലാക്കിയില്ല. അപ്പൊ അങ്ങനെ ഇത് പോയി അതിനെ തുടർന്ന കണ്ടീഷൻ ഒരു കാലഘട്ടം അതങ്ങനെ നിൽക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഈ 95-ലെ ഈ സമയത്ത് ഭരത് ഭൂഷൺ വിദേശത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഈ പൈപ്പ് ലൈൻ അദ്ദേഹമാണ് ഈ എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ മോഡേണൈസേഷൻ റിവാമ്പിംഗ് എന്ന് പറഞ്ഞ ഇതേക്കുറിച്ച് കമ്പനിയുടെ അദ്ദേഹം സിൻസിയറായിട്ട് അദ്ദേഹത്തിന്റെ കാലത്താണ് പ്രൊഡക്ഷനിലൊക്കെ അതൊരു റെക്കോർഡൊക്കെ ഉണ്ടായത്. അപ്പൊ അന്നാണ് ഒരു ഗ്രിൻഡെക്സ് എന്ന് പറഞ്ഞ ഇതിനകത്ത് ആരോപണത്തിന് ഒരു ഗ്രിൻഡെക്സ് രാജ്യഘടന കാരണം ഈ ഒരു ജർമ്മൻ കൺസൾട്ടൻസി ഫേമാണ്. അവിടെ പോയി ഇതെല്ലാം കണ്ടു. അപ്പൊ അവര് ഒരു 95 സെപ്റ്റംബറിൽ ഒരു പ്രോജക്ട് റിപ്പോർട്ട് കൊടുത്തു, ഇതിന്റെ മോഡേണൈസേഷൻ റിവാമ്പിങ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കോസ്റ്റ് കൂടുതലായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലത്ത് ഇത് മുമ്പോട്ട് പോയില്ല. പിന്നീട് 96-ൽ EK നായനാർ മന്ത്രിസഭ വരുന്നു. അപ്പൊ അന്ന് ആളെ എടുക്കാനുള്ള ശ്രമം ഉണ്ടായപ്പോൾ ഈ നാട്ടുകാർ വീണ്ടും സമരം നടത്തി. അപ്പൊ കമ്പനി പ്രൊഡക്ഷനൊക്കെ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പൊ ഞങ്ങളെ എംപ്ലോയീസ് ഒക്കെ അന്ന് കൊച്ചുവേളി മുതൽ സെക്രട്ടേറിയറ്റ് വരെയെങ്കിലും അവൻ വിളിച്ച് പോയ ഒക്കെ ഇപ്പോൾ ഓർമ്മയുണ്ട്. പക്ഷെ അന്നും ഈ ചരിത്രം എന്താണെന്നുള്ള നമുക്ക് അറിഞ്ഞുകൂടാ. കമ്പനി എന്തോ ഒരു പ്രതിസന്ധി നേരിടുന്നു, നാട്ടുകാർ സമരം നടത്തുന്നു. ഉടനെ ഡോക്ടർ AD ദാമോദരൻ സഖാവ് EMSന്റെ വരുമാനമാണ്, അദ്ദേഹം സയന്റിസ്റ്റാണ്. അദ്ദേഹം ചെയർമാനായിട്ട് ഒരു കമ്മിറ്റി നിയമിക്കുകയാണ് ഇതിന്റെ ഈ പൊല്യൂഷന്റെ വിഷയത്തിൽ. ഇവർ പൈപ്പിടാൻ സമ്മതിക്കുന്നില്ല ഈ എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ AD ദാമോദരൻ കമ്മിറ്റിയിൽ ഈ കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, ഈ പ്രോജക്റ്റിനെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവര് റിപ്പോർട്ട് ഗവൺമെന്റിന് കൊടുത്തു. ഈ
ലഭ്യമായ 4 ടെക്നോളജിയാണ് പറഞ്ഞു. ഒന്ന് സബ്മറൈൻ പൈപ്പ് ലൈൻ പ്രോജക്ട്സ് 1980 NIO ശുപാർശ ചെയ്തു. സെക്കൻഡ് പറഞ്ഞ ആസിഡ് റിക്കവറി പ്ലാന്റ്. കോപ്പറാസ് എന്ന് പറഞ്ഞ ഫെറസ് സൾഫേറ്റ് അത് നീക്കം ചെയ്യുന്നില്ല, അത് പ്ലാന്റ് ന്യൂട്രലൈസ് ലൈം ഉപയോഗിച്ച് ന്യൂട്രലൈസ് ചെയ്യാം. ഈ ആസിഡ് റിക്കവറി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നിലവിൽ 98% സ്ട്രെങ്ത് ഉള്ള ആസിഡാണ് പ്രോസസ്സിംഗ് ഉപയോഗിക്കുന്നത്. ധാരാളം വെള്ളം പ്രോസസ്സിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം പുറത്തേക്ക് ലാസ്റ്റ് ഫൈനൽ പ്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞ് പോകുന്ന ഈ ആസിഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 20% താഴെയാണ്. ഇത് ടെക്നോളജി ഉപയോഗിച്ച് വീണ്ടും സ്ട്രെങ്തൻ ചെയ്യുന്നതാണ് ഈ ആസിഡ് റിക്കവറി എന്ന് പറയുന്നത്. ഇങ്ങനെ 4 സാങ്കേതിക വിദ്യകൾ അവർ ശുപാർശകൾ ഉൾപ്പെടുത്തി. അവർ കണക്കാക്കിയിരിക്കുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 55 കോടി രൂപയാണ്. ഉൽപാദന ചെലവിൽ ടണ്ണിന് 5850 രൂപ വർധനമുണ്ടാകും. കാരണം പൊല്യൂഷന് വേണ്ടി മാത്രമായിട്ട് ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന വർധനമാണ്. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് കൊടുത്താൽ ഈ പൊല്യൂഷന്റെ പ്രോജക്റ്റാണ്. ഇതുമൂലം മെയിൻ പ്രോഡക്റ്റ് എന്താണ്, ടൈറ്റാനിയം ഡയോക്സൈഡ്. ഇതിന്റെ ഉൽപാദനത്തിലോ വിറ്റ് വരെ ലാഭത്തിലോ 10 പൈസ വർധനം ഉണ്ടാകുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു നമുക്ക് അവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നു, പക്ഷെ പ്രോഫിറ്റ് നമുക്ക് ഒന്നും, കാരണം മെയിൻ പ്രോഡക്റ്റിന്റെ ഇതുവേണ്ടി അവർ ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ പൊല്യൂഷന് വേണ്ടി നമ്മൾ ചെലവഴിക്കുകയാണ്. ഇതുമൂലം അതിൽ നിന്നുള്ള റിട്ടേൺ വരുന്നില്ല. ഇങ്ങനെ ഒരു ശുപാർശ അവർ കൊടുക്കുന്നു. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 100 കോടി ഇപ്പൊ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, കടകംപള്ളി ആനത്തിലോട്ടൊക്കെ അവിടെ പ്രസംഗിക്കുന്ന തദ്ദേശ നാട്ടുകാരെ രക്ഷിക്കാനായി 100 കോടിയുടെ പദ്ധതിയാണ് അടുത്ത സർക്കാർ കൊണ്ടുവരുന്നത്. കാരണം യൂണിയന്റെ ഇതുണ്ടല്ലോ, അവര് നേട്ടങ്ങൾ അടുത്ത ഇലക്ഷൻ വരാൻ പോവാണ് 2001. അപ്പൊ അങ്ങനെ ഇത് വന്നോ. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡോ കോടതിയോ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നോട്ടീസ് കൊടുത്തുകൊണ്ടിരുന്നത് നിങ്ങൾ സബ്മറൈൻ പൈപ്പ് ലൈൻ പ്രോജക്ട് നടപ്പിലാക്കാത്തതിന്റെ പേരിലാണ്. കാരണം അത് 1980 NIO ശുപാർശ ചെയ്തതാണ്. 74 പൊല്യൂഷൻ കൺട്രോൾ ആക്ട് നിലവിൽ വരുന്നതാണ്. അപ്പൊ ഈ ഒരു പ്രോജക്ട് നടപ്പിലാക്കാത്തതിന്റെ പേരിൽ അവരിങ്ങനെ ഫോക്കസ് നോട്ടീസ് കൊടുത്തുകൊണ്ടിരുന്നു. ഇത് നടപ്പിലാക്കണം, അവരുടെ ലൈസൻസ് റിന്യൂ ചെയ്യത്തില്ല എന്നുള്ള പ്രശ്നങ്ങൾ വന്നിരുന്നു. അങ്ങനെ വന്നു. അപ്പൊ പക്ഷെ ഇതെങ്ങനെ കരാറ് കൊടുക്കും? കരാറ് കൊടുക്കണമെങ്കിൽ ഒരു സാഹചര്യം വേണം. ആ സാഹചര്യമാണ് ഈ നായനാർ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായതെന്നുള്ളതാണ്. അതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. ഈ നാട്ടുകാർക്ക് ഇതറിയത്തില്ല, മത്സ്യത്തൊഴിലാളികൾക്ക്, സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് ഇതറിയത്തില്ല എന്താണെന്നുള്ളത്. അവർക്ക് ജോലി സംവരണം കിട്ടണമെന്ന് പറഞ്ഞ് അവരെ ഇളക്കി വിട്ടിങ്ങനെ സമരം നടത്തുന്നു. ഈ സമരവും അതാണ് ഞാൻ പറഞ്ഞ ഒക്ടോബർ 28 ഈ ഓട അടയ്ക്കുന്നു. നവംബർ 14 കമ്പനി ലോക്കൗട്ട് ചെയ്യുന്നു. ഇതിന്റെ ആ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടായ സംഭവങ്ങളാണിത്. ആരൊക്കെ അതിൻ്റെ അകത്ത് പങ്കാളികൾ എന്നുള്ളത് വിജിലൻസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടില്ല. CBI ഇനി കണ്ടുപിടിക്കണം. അപ്പൊ അതിങ്ങനെ വന്ന് ലോക്കൗട്ടിൽ കലാശിക്കുകയാണ്. ലോക്കൗട്ടിൽ നോക്കിയ 2000 ഡിസംബർ 4 കമ്പനി തുറന്നു. ഞാൻ കൊടുത്ത ഈ കേസിനെ തുടർന്ന് അതിന്റെ ഇടയ്ക്ക് ഹൈക്കോടതിയിലും പറയാറുണ്ട്, പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതാണ് മെയിൻ ഒരു കേസായിട്ട് വന്നത്. തുറന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെ പദ്ധതി എതിർക്കുകയാണെന്നുള്ള മാനേജ്മെന്റ് മനസ്സിലായി. ഒരു ഫെഡോയെ കൺസൾട്ടന്റ് ആയിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നു, ഫാക്ട് എഞ്ചിനീയറിംഗുകാർ. അപ്പൊ അവർ ഒരു പ്രോജക്ട് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി 2000 ഡിസംബർ 21 മാനേജിംഗ് ഡയറക്ടർ, അദ്ദേഹം ടെക്നോക്രാറ്റ് ഫെഡോയിൽ നിന്ന് വന്നിരുന്നു. അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ട്രേഡ് യൂണിയന്റെ ആൾക്കാരും ഈ പ്രോജക്റ്റിനെ കുറിച്ച് വിശദീകരിക്കാൻ. അപ്പൊ എന്നോടും കൂടെ ചെല്ലാനായിട്ട് യൂണിയൻ പറഞ്ഞു. അങ്ങനെ ഞാനും പോയി മീറ്റിംഗിൽ. അദ്ദേഹം ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദീകരിച്ചു. NIO റിപ്പോർട്ട് എന്താണ്, ദാമോദരൻ കമ്മിറ്റിയുടെ ശുപാർശ എന്താണ്, ഇങ്ങനെ ഫെഡോ ഒരു പ്രൊഡക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, ഇതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പം ഞാൻ എഴുന്നിട്ട് ഇതിൻ്റെ ഒരു സംശയമായിട്ട് ചോദിച്ചു. ഇത് TTIP പോലുള്ള ഒരു ചെറിയ കമ്പനിയാണ്, ഇതിന് ഈ ആസിഡ് റിക്കവറി പ്ലാന്റ് ഇത് പ്രായോഗികമാണെന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം ചാടി എഴുന്നിട്ട് പറഞ്ഞു, അത് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ചോദിക്കുന്നതാണ്, നിങ്ങൾ വിവരമില്ലാത്തതുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നതെന്നൊക്കെ പറഞ്ഞത് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഇങ്ങനെ ഒരു ബുക്ക് എടുത്ത് കാണിച്ചിട്ട്, ഇത് ഫെഡോ തയ്യാറാക്കിയ പ്രോജക്ട് റിപ്പോർട്ടാണ്. ഐ ഗോട്ട് ഇറ്റ് അപ്രൂവ്ഡ് ഫ്രം ദ BPA IASR സമിതിയുണ്ട്, വിത്തിൻ 10 minutes. അപ്പോൾ യു സ്റ്റഡി ദിസ് DPR എന്ന് പറഞ്ഞു ഈ പ്രോജക്ട് റിപ്പോർട്ട്. അപ്പോൾ ചീഫ് പ്രോജക്ട് മാനേജറുടെ ഡയറക്ഷൻ കൊടുത്ത് എനിക്ക് അതിൻ്റെ ഒരു കോപ്പി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് ഇത് പഠിക്കാൻ പറഞ്ഞു, സംശയം വല്ലതും ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഇവരെ വിചാരിച്ച് എന്താ സംഭവിച്ചത് പറഞ്ഞാൽ വോളിബോൾ കളിച്ച് നടന്ന് എനിക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയില്ലെന്നുള്ള ആ ഒരു ഇതിന്റെ വന്ന, അതുകൊണ്ടാണ് ആ റിപ്പോർട്ട്. അതാണ് ഈ കേസിലൊരു വഴിത്തിരിവായി തീർന്നത്. കാരണം എനിക്കിത് ആധികാരികമായിട്ട് ഒപ്പോസ് ചെയ്യണമെങ്കിൽ ഒരു രേഖ വേണം. അപ്പൊ എനിക്ക് പ്രോജക്ട് റിപ്പോർട്ട് കോപ്പി കിട്ടി. അത് ചീഫ് പ്രോജക്ട് മാനേജർ വന്നു എന്നോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ തിരിച്ചു കൊടുക്കണം, അതിന്റെ ഫോട്ടോ കോപ്പി ഒന്നും എടുക്കാൻ പാടില്ല, കോൺഫറൻസ് നോക്കണം. ഞാൻ ശരി, ഞാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനിത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിന്റെ ഫിനാൻഷ്യൽ ആസ്പെക്ട് എന്താണെന്നുള്ളത് അറിയാം. പക്ഷെ മറ്റു കാര്യങ്ങളും ഇതിൽ നിന്നാണ് മനസ്സിലായത്. അപ്പൊ ഞാൻ കമ്പനിയിലുള്ള എനിക്ക് ഉദ്യോഗസ്ഥന്മാരുണ്ട്, സാങ്കേതിക രംഗത്തുള്ള ആൾക്കാർ, എഞ്ചിനീയേഴ്സ് അവരുണ്ട്. അവരുമായിട്ട് ചർച്ച ചെയ്തത് എന്താണ് സംഭവം, കാര്യങ്ങൾ, സംശയങ്ങൾ ടെക്നിക്കൽ എക്സ്പേർട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഡിസംബർ 30 ഒരു ലെറ്റർ ഡയറക്ടർ കൊടുത്തു, പ്രോജക്ട് മാനേജർക്ക്. അതിന്റെ കോപ്പി എല്ലാ
ട്രേഡ് യൂണിയൻസിനും ഓഫീസേഴ്സ് അസോസിയേഷനും അത് കൊടുത്തത്. ഞാൻ 18 ചോദ്യങ്ങൾ ഉയർത്തി ഈ പ്രോജക്ട് റിപ്പോർട്ടിന്റെ ബേസ് ചെയ്തുകൊണ്ട്. ഇതിന്റെ ടെക്നിക്കൽ വയബിലിറ്റി ഉണ്ട്, ഫിനാൻഷ്യൽ വയബിലിറ്റി. അപ്പോൾ ഇത് ഈ 3 പദ്ധതികളും പ്രായോഗികമല്ല എന്നതിന്റെ ഉത്തരം നോക്കിയാൽ മനസ്സിലായി. ഞാൻ ഈ 50 വർഷത്തെ ഫിനാൻഷ്യൽ അനാലിസിസ് ആണ് കൊടുത്തത്. അപ്പം നിങ്ങൾ നടപ്പിലാക്കി കഴിയുമ്പോൾ പ്രതീക്ഷിക്കുന്ന വിറ്റുവരവ് എത്ര, ലാഭം എത്ര, അതിന്റെ കണക്ക് തരാൻ പറഞ്ഞു. ഓരോ ഹെഡിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വർധന എന്താണെന്നുള്ളത് എനിക്കറിയാം. ഈ കഴിഞ്ഞ 50 വർഷം കൊണ്ട് ഇപ്പം ഇൽമിനേറ്റിന്റെ കോസ്റ്റിലായാലും സൾഫറിന്റെ കോസ്റ്റിലായാലും സാലറി ഹെഡിലായാലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വർധന അനാലിസിസിലുണ്ട്. അപ്പം നിങ്ങൾ നടപ്പിലാക്കി കഴിയുമ്പോൾ പ്രതീക്ഷിക്കുന്ന എത്രയാണ്, ഇവർക്ക് ഇതിന് മറുപടി തരാൻ പറ്റത്തില്ല. ഉടനെ ഞാൻ അറിഞ്ഞത് മാനേജിംഗ് ഡയറക്ടർ ഉടനെ മീറ്റിംഗ് വിളിച്ച് ഷൗട്ട് ചെയ്ത് ഐ വിൽ ഡിസ്മിസ് ദാറ്റ് റാസ്കൽ എന്ന് പറഞ്ഞായിട്ടാണ് ഉന്നത ഉദ്യോഗസ്ഥമായിട്ട് അറിഞ്ഞത്. പക്ഷേ എനിക്കതിന് നടപടി എടുക്കാനുള്ള ശ്രമം ഒന്നുണ്ടായി. ഇതിനിടയ്ക്ക് ഒരു സംശയം ചോദിക്കട്ടെ. അന്ന് അവർ ഈ ഒരു പ്രൊജക്ട് റിപ്പോർട്ടിന്റെ കോപ്പി സാറിന് തരുന്ന ഒരു സമയത്ത് സാർ തൊട്ട് മുമ്പ് സൂചിപ്പിച്ചു സാറിനത് കണ്ടെത്താൻ പറ്റില്ല എന്നൊരു നിശ്ചയദാർഢ്യത്തിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. പക്ഷേ സാർ ജോയിൻ ചെയ്ത ആ ഒരു കാലഘട്ടം മുതൽ 1980 മുതൽ തന്നെ കമ്പനിയുടെ A to Z കാര്യങ്ങളിൽ സാറ് പഠനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു അല്ലേ? ഞാൻ 80 ജോയിൻ ചെയ്താലും 12 വർഷം കളിക്കുകയായിരുന്നു. അവിടെ ഓഫീസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല. 92 കളി നിർത്തി ഓഫീസ് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത് ഞാൻ കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അവർക്ക് ഇത് അറിഞ്ഞുകൂടാ. ഒന്ന് ഈ ഫിനാൻസ്, ഇപ്പൊ എഞ്ചിനീയേഴ്സിനും എല്ലാം മറ്റുള്ളവർക്കും ഫിനാൻസ് മനസ്സിലാവണം നിർബന്ധമില്ല. IAS-കാർക്കും ഓക്കെ, അവരുടെ ഫീൽഡിലുള്ള കാര്യങ്ങൾ അറിയാം. എനിക്ക് പക്ഷേ എഞ്ചിനീയറിംഗ് അറിയത്തില്ല. ഇതിന്റെ ഉത്പാദനം എങ്ങനെ എടുക്കുന്നുള്ള സാങ്കേതികത എനിക്കും അറിയത്തില്ല. എനിക്കിതിന്റെ ഫിനാൻഷ്യൽ മറ്റേ നമ്മൾ പഠിക്കാനുള്ള ഒരു ഇതുണ്ട്. അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഓക്കെ അറിവുള്ളവർ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മുടെ ഒരു ഭാഗികമായ അറിവ് വെച്ചുകൊണ്ട് ഇതിനെ എതിർക്കുന്നത് ശരിയല്ല. ഞാൻ കൊടുത്ത് സ്റ്റഡീഡാണ്, വെൽ സ്റ്റഡീഡാണ്. അറിവുള്ള ആൾക്കാരായിട്ട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അവരുടെ അടുത്ത് പോയി നേരിട്ട് പോയി സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഓപ്പോസ് ചെയ്യുന്നത്. ഫിനാൻസ് എനിക്കറിയാം, അത് വേറൊരു ഘടകം. അങ്ങനെ ഉണ്ടായ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ഈ കൊടുത്തത് എന്താണെന്ന് അത് പരിശോധിക്കുന്നില്ല. ഞാൻ കൊടുത്തത് എന്താണ്, എനിക്ക് 22 വർഷം ചോറ് തന്ന കമ്പനിയെ ഒരു വൻ നാശത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ കൊടുക്കുന്നത്. അല്ലാതെ എനിക്ക് വേറെ നിഷ്ഠത്വ താല്പര്യമില്ല. ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ്. ഇത് കൊടുത്ത് ഉടനെ ഇതിൽ ഞാൻ ഒരാഴ്ചക്ക് മറുപടി തരാനാണ് പറഞ്ഞിരുന്നത്. ഞാൻ 2001 ജനുവരി 8 സ്റ്റേ പെറ്റീഷൻ മൂവ് ചെയ്തു ലോ ആക്ടിന്. ആദ്യം കൊടുക്കുമ്പോൾ യൂണിയൻകാരുന്നുണ്ട്, മാനേജ്മെന്റിനെതിരെ മാത്രമാണ് റെസ്പോണ്ടന്റ് ആയിട്ടുണ്ടായിരുന്നത്. എല്ലാ ട്രേഡ് യൂണിയൻസിനെയും ഓഫീസേഴ്സ് അസോസിയേഷനെ കേസിൽ ഇംപ്ലീഡ് ചെയ്ത് കോസ്റ്റൽ അപ്ലിഫ്റ്റ് അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതിന്റെ ആർഗ്യുമെന്റ്സ് ഇത് വരുന്നു. ഞാൻ കൊടുത്തതിന് മാനേജ്മെന്റ് മറുപടി ഒന്നും തന്നില്ല. അപ്പോൾ അവിടെ ആദ്യം ഉണ്ടായിരുന്ന കോസ്റ്റൽ അവരാണല്ലോ ഇതിനെ എതിർത്തിരുന്നത്. അപ്പം അവരുടെ വക്കീൽ എന്ന് പറയുന്നത് ജോർജ് മേഴ്സർ ആയിരുന്നു. അദ്ദേഹം പിന്നീട് കോൾ MLA ഒക്കെ ആയിരുന്നു, കോൺഗ്രസിന്റെ നേതാവൊക്കെ ആയിരുന്നു. അദ്ദേഹം MLA ആയിട്ടില്ല. അദ്ദേഹമാണ് ഇവർക്ക് വേണ്ടി ഹാജരായത്. അപ്പോൾ ആദ്യം വന്നിട്ട് ഇവർ ഈ 100 കോടി പദ്ധതി വേണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത്. അപ്പോൾ ഞാൻ മേഴ്സറോട് ചോദിച്ചു, നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിട്ടാണെങ്കിൽ ഇതിനു വേണ്ടി വാദിക്കുന്നത്? കാരണം ഈ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ കമ്പനി കാണത്തില്ല. കമ്പനി നിലനിന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി സംവരണവും ആനുകൂല്യവും നിലനിർത്താൻ സാധിക്കുള്ളൂ അല്ലേ? ഞാനതിനെ എതിരല്ല. കമ്പനി പൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. ഇത് ഇപ്പൊ നിങ്ങളിത് മനസ്സിലാക്കാതെയാണ് ഇതിനുവേണ്ടി വാദിക്കുന്നത് പറഞ്ഞു. അല്ല, അതങ്ങനെയല്ല, ഞങ്ങളുടെ പക്കൽ ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു കേസ് നടക്കുന്നതിനിടയിൽ ഒരു അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി വഞ്ചിയിട്ടുണ്ടായത്. അദ്ദേഹം എന്നെ ഒരു പ്രോജക്ട് റിപ്പോർട്ട് എടുത്ത് കാണിച്ചു തന്നു. ഇത് ഏതോ വിദഗ്ധന്മാർ ഉണ്ടാക്കി കൊടുത്തതാണ്. ഈ ആസിഡ് റിക്കവറി പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ടൈറ്റാനിക് കമ്പനിയുടെ ലാഭത്തിൽ 100 കോടിയുടെ വർധന ഉണ്ടാകുന്നു എഴുതി വെച്ചിരിക്കുക. അതിൻ്റെ അത് പിന്നെ ഈ ഫെറസ് സൾഫേറ്റ് നീക്കഞ്ഞാണ് കോപ്റ്റാസ് റിക്കവറി, അത് 200 കോടി സംതിങ് ലാഭം അതിലും ഉണ്ടാവും. അപ്പോൾ ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇത്രയും കോടിയുടെ ലാഭം ഉണ്ടാകുമായിട്ട് കമ്പനി അത് നടപ്പിലാക്കുന്നില്ല. അപ്പൊ അവർ വിചാരിക്കുന്ന ഇത് വന്നു കഴിഞ്ഞാൽ കടപ്പുറത്തുള്ള ഒത്തിരി പേർക്ക് അവിടെ ജോലി കിട്ടുമെന്ന്. ഇത് ഈ തെറ്റിദ്ധാരണയുടെ പേരിലാണ് അവർക്ക്. ഞാൻ മനസ്സിലായി ഇത് ഇങ്ങനെയല്ല സംഭവം. അവിടെ ഉത്പാദിപ്പിക്കുന്ന ആസിഡിന് അന്ന് ടണ്ണിന് സൾഫർ ഇമ്പോർട്ട് ചെയ്ത് ടണ്ണിന് 1000 രൂപയെ കോസ്റ്റ് ഉള്ളൂ. ഈ ആസിഡ് റീസൈക്കിൾ പ്ലാന്റ് വരുമ്പോൾ അതിന് 5 times കോസ്റ്റ് ആകുന്നുള്ളതാണ്. അതാണ് അതിൻ്റെ അകത്ത് പ്രധാന ഘടകം. ഈ കോപ്പറാസ് റിക്കവറി പ്ലാന്റ് അതിന്റെ കമ്പനി ഒരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് നിലവിൽ അന്ന് 1000 രൂപ ടണ്ണിന് ഈ ഫെറസ് സൾഫേറ്റിന് കോസ്റ്റ് ഉള്ളത്. അപ്പൊ ഇത് ഡിമാൻഡ് സപ്ലൈ ഫാക്ടറാണ്. അപ്പൊ നിലവിൽ ഇതുണ്ട്. അപ്പൊ സൗത്തിൽ ഇതിന്റെ പ്രൊഡക്ഷൻ എക്സസ് ഓഫ് ഡിമാൻഡ് ആണ്, സപ്ലൈ കൂടുതലാണ്. അപ്പൊ ഈ ഉത്പാദിപ്പിക്കുന്ന 60,000 ടണ്ണാണ് വരുന്നത്. ഇത് വരുമ്പോൾ മാർക്കറ്റ് പ്രൈസ് ക്രാഷ് ചെയ്യും. ഒരു ടണ്ണിന്റെ റിയലൈസബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 300 രൂപയുള്ളൂ. അപ്പൊ 60,000 രൂപ ഇൻറ്റു 300 എത്രയാണ്? 1,80,00,000 രൂപ. പക്ഷെ അതിനേക്കാൾ വളരെയധികം പൈസ ഇന്ന് റൺ ചെയ്യണമെങ്കിൽ വേണം. ഇതാണ് ഇതിന്റെ വസ്തുത. ഇവരെ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന ഒരു 10-300 കോടിക്ക് കൂടുതൽ ലാഭം കിട്ടുമായിട്ട് കമ്പനി ഇത് നടപ്പിലാക്കുന്നില്ല. ഈ തെറ്റിദ്ധാരണയുടെ പേരിലാണ് അവർ സമരം ചെയ്ത് കമ്പനി പൊട്ടിച്ച്. അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി പിന്നീട് ഹിയറിംഗ് വന്നപ്പോൾ ജോർജ് മേഴ്സറും ഈ 100 കോടിയുടെ പദ്ധതി എതിർത്തു. ഓക്കെ.
അപ്പം പിന്നെ ഇതെങ്ങനെ കരാർ കൊടുക്കാൻ പറ്റത്തില്ല. ആദ്യഘട്ടങ്ങളില് പ്രൊജക്ടിന് വേണ്ടി വാദിച്ച വാദിച്ചാണ് പിന്നീട് അത് അവരെ കൺവിൻസ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. കാരണം ഇത് പറഞ്ഞാൽ കമ്പനി കാണത്തില്ല, ഇത് സ്റ്റുപ്പിഡ് പ്രോജക്റ്റ് ആണ്, ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റത്തില്ല. അതിന്റെ ഫിനാൻഷ്യൽ കമ്പനിക്ക് ആ കൂടെ ഒന്ന് 10-12 കോടി രൂപ ലാഭമുള്ളൂ. പക്ഷെ ഇതിന്റെ മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ റണ്ണിങ് കോസ്റ്റ് 18,000 മുതൽ 20,000 രൂപയാവും ഒരു ഇതിൽ വരുമ്പോൾ. അപ്പം ഒരു കോസ്റ്റ് ഇതിന്റെ 10,000 ടൺ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ആനുവൽ റണ്ണിങ് കോസ്റ്റ് അത് 30 കോടി അടുത്താണ്. അപ്പം 8-10 കോടി രൂപ ലാഭമുള്ള കമ്പനിക്ക് 30 കോടി റണ്ണിങ് കോസ്റ്റ് വരുന്ന പ്രോജക്റ്റ് ഓടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ലോസിലാകുന്നുള്ള സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. കാരണം ഇതുമൂലം മെയിൻ ഇതില്ല. അപ്പൊ ദാമോദരൻ കമ്മിറ്റി കണക്കാക്കിയിരുന്ന 55 കോടിയും 5,950 രൂപ എന്നുള്ളതാണ് ഉൽപാദന ചെലവിൽ വർധന. ഇത് വന്നപ്പോൾ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ 100 കോടിയായി. 100 കോടിയായി 18 to 20,000 റണ്ണിങ് കോസ്റ്റ്. അപ്പോൾ ഇത് ഒരിക്കലും ഇംപ്ലിമെന്റ് ചെയ്യും. ഞാൻ ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഈ ലെറ്റർ കൊടുക്കുന്നത്. ഈ ഗോ ഫോർ ദി സബ്മറൈൻ പൈപ്പ് ലൈൻ പ്രോജക്ട്. അത് എന്റെ പ്രോജക്റ്റ് അല്ല, NIO ശുപാർശ ചെയ്ത പദ്ധതിയാണ്, ദാമോദരൻ കമ്മിറ്റിയുടെ ശുപാർശയിലുള്ളതാണ്. അപ്പൊ ഇവർ ഇതങ്ങ് വിട്ടുകളഞ്ഞു, സബ്മറൈൻ പൈപ്പ് ലൈൻ പ്രോജക്ട്. ദാറ്റ് ഷുഡ് ബി ഇംപ്ലിമെന്റഡ് ഫസ്റ്റ് എന്നുള്ള സ്റ്റാൻഡ് എടുത്ത്. കാരണം അത് നടപ്പിലാക്കി നിങ്ങൾ സ്റ്റഡി നടത്തുക. ഈ പൈപ്പ് ലൈൻ പ്രോജക്റ്റ് നടപ്പിലാക്കിയ ശേഷം നിങ്ങൾ സ്റ്റഡി നടത്തുക. എല്ലാവർക്കും ക്യാൻസറോ അറ്റാക്കോ മറ്റെന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടാവും, നിങ്ങൾ പഠനം നടത്തുക. അതിനുശേഷം ഈ ഗോ ഫോർ അതർ പ്രോജക്ട്സ്. അല്ലാതെ പ്രായോഗിക എല്ലാത്തിനും പോകേണ്ട ആവശ്യമില്ല. ഇവര് എതിർക്കും എന്നുള്ളതാണ് മെയിൻ പോയിന്റ് പറഞ്ഞിരുന്നത്. അപ്പൊ കോസ്റ്റൽ അപ്പോളിസ് അസോസിയേഷൻ 100 കോടി പദ്ധതി എതിർത്തു. പൈപ്പ് ലൈൻ നടപ്പിലാക്കാന്നുള്ള ഒരു ധാരണ ജോർജ് മേഴ്സർ എന്നവിടെ പറഞ്ഞു. വിധി പ്രഖ്യാപനം അത് കഴിഞ്ഞാൽ 2001 മാർച്ച് 13 വിധി പ്രഖ്യാപിക്കാൻ പറ്റിയിരുന്നത്. അന്ന് ഇത് വന്നപ്പോൾ ജോർജ് മേഴ്സർ ഒരു ആവശ്യം മുമ്പോട്ട് വെച്ചു. അദ്ദേഹം അന്ന് ഇലക്ഷൻ മത്സരിക്കാൻ ബന്ധപ്പെട്ടിരിക്കുക. ഈ 100 കോടിയുടെ പദ്ധതിയെ ഇത്രയും കാലം ഇവർ എതിർത്തിരുന്നതുകൊണ്ട് പെട്ടെന്ന് എഗ്രി ചെയ്തു എന്ന് പറയുന്നത് പൊളിറ്റിക്കലായിട്ട് ചിലപ്പം ദോഷം ചെയ്യും. അതുകൊണ്ട് തൽക്കാലം ഒരു കാര്യം ചെയ്യുക, 100 കോടി പദ്ധതി പൈപ്പ് ലൈൻ പദ്ധതി രണ്ടിനെ എതിർക്കുന്ന റെക്കോർഡ് ചെയ്യുക. ഇലക്ഷൻ കഴിഞ്ഞ് ഇത് മെയിൽ ഇലക്ഷൻ വരാൻ പോകും 2 മാസം കഴിഞ്ഞ്. ബിഷപ്പിനെയും മറ്റുള്ളവരെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമുക്ക് നടപ്പിലാക്കാം എന്നുള്ള ഒരു അഭ്യർത്ഥന അദ്ദേഹം മുമ്പോട്ട് വെച്ചു. അത് ലോ ആക്ട് പരിഗണിച്ചു. പക്ഷെ 13-ാം തീയതി നടന്ന മറ്റൊരു സംഭവം ഉണ്ടായി. അപ്പൊ ഇതെല്ലാം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ലോ ആയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വല്ല എതിർപ്പുണ്ടോ ഈ പ്രോജക്ട്സ്? ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല, ഞങ്ങൾ നോട്ടീസ് കൊടുത്തോണ്ടിരുന്ന പൈപ്പ് ലൈൻ പ്രോജക്ട് നടപ്പിലാക്കത്തിന്റെ പേരിലാണ്. കടപ്പുറത്തുള്ള കോസ്റ്റൽ പോലീസ് അസോസിയേഷൻ 100 കോടി എതിർത്ത്. കമ്പനിയുടെ വക്കീല്, അദ്ദേഹം ഞാൻ പെട്ടെന്ന് താമസിക്കും, എൻ്റെ അയൽവാസിയാണ്, അദ്ദേഹം പറയും ഐ വിൽ ബി ദ മോസ്റ്റ് ഹാപ്പി പേഴ്സൺ ഇഫ് ദ പൈപ്പ് ലൈൻ പ്രോജക്ട് കുഡ് ബി ഇംപ്ലിമെന്റഡ്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എല്ലാവരും എഗ്രി ചെയ്തു. ഈ 100 കോടി പദ്ധതി എല്ലാവരും എതിർത്തും. പൈപ്പ് ലൈനിന് ആർക്കും തടസ്സമില്ല, ഇത് സ്റ്റേ ചെയ്യുന്നുള്ള ഉറപ്പായി. അപ്പൊ വിധി പ്രഖ്യാപിക്കുന്ന രാവിലെ പ്രോജക്ട് മാനേജർ ഓടിക്കറിച്ച് ലോകായത്തിലേക്ക് വരികയാണ്. അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് വക്കീലിലേക്ക് കൊടുക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം ഇത് വായിച്ചു നോക്കിയിട്ടില്ല. അപ്പൊ അദ്ദേഹം വായിച്ചു നോക്കിയിട്ട് അദ്ദേഹം ഞാൻ എൻ്റെ അടുത്തായിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ മുഖം നോക്കിയിട്ടുണ്ട്. അപ്പം പ്രോജക്ട് മാനേജർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊടുക്കുന്നു. അദ്ദേഹം മനസ്സിലോട് ലോകത്തിന് മുമ്പാ കൊണ്ട് കൊടുക്കുന്നു. അവർ ഇത് വായിച്ചിട്ട് പറഞ്ഞു വിധി നാളെ പ്രഖ്യാപിക്കാൻ പറഞ്ഞു. അങ്ങനെ 15 അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ഹിയറിംഗ് കൂടെ 15-ാം തീയതിയാണ് വിധി പ്രഖ്യാപിക്കുന്നത്. ഈ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ എന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് മാനേജിംഗ് ഡയറക്ടർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടി കൊടുത്തതാണ്. ഇപ്പൊ ഞാൻ കൊടുത്ത ഒബ്ജക്ഷനും മെറിറ്റാണ് പരിശോധിക്കേണ്ടത്. ഞാൻ കമ്പനിയെ നശിപ്പിക്കാനും അതിന്റെ വികസനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു വിവരദോഷിയായിട്ട് ഒരു സാമൂഹിക ദ്രോഹിയായിട്ട് എന്നെ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഫെഡോയിലെ വിദഗ്ധന്മാരുണ്ടാക്കിയ പ്രോജക്റ്റാണ്. എഞ്ചിനീയറിംഗ് വിദഗ്ധന്മാര് കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് IAS ഉൾപ്പെടുന്ന അവർ അപ്രൂവ് ചെയ്തു. IAS സമിതിയായ BP അതും അപ്രൂവ് ചെയ്ത് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത പ്രോജക്റ്റിനാണ് ഒരു ജീവനക്കാരനായി ഞാൻ ഇതിനെ എതിർക്കുന്നത്. അത് എനിക്ക് വിവരമില്ല, ഞാൻ ഇതിന്റെ വികസനം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്, ഞാൻ പിന്നീട് ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് വ്യക്തിപരമായി ആശ്രയിച്ചിട്ടുണ്ട്. ലോകത്ത് അത് ഫയർ ചെയ്തു. അവർ പറഞ്ഞു ഇത് ഒരു കമ്പനിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയം, ഏതൊരു ജീവനക്കാരനും ചോദിക്കാൻ അവകാശമുണ്ട്, ചോദിച്ചതിൽ മെറിറ്റ് ഉണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞു. യു ഷുഡ് ഹാവ് കൺസിഡേർഡ് ദ മെറിറ്റ് ഓഫ് ദ ഒബ്ജക്ഷൻ ഹി മേഡ് എന്ന്. അവർ ഒന്നാമതൊരു വിധിയാണ്. ദാറ്റ് മേക്സ് എ ഫയൽ ആൻഡ് ആക്ഷൻ ട്രാൻസ്പെറന്റ്. അതിന് കടുത്ത വിമർശനം കൊടുത്തതിന്റെ 17 പേജിലുള്ള ഒരു സ്പീക്കിംഗ് ഓർഡറാണ് ഈ പ്രോജക്റ്റ് സ്റ്റേ ചെയ്തത്. യഥാർത്ഥത്തിൽ കമ്പനിക്ക് 100 കോടി രൂപ ഞാൻ സേവ് ചെയ്ത് കൊടുത്താണ്. കാരണം എല്ലാവരും എഗ്രി ചെയ്തു പ്രോജക്റ്റ് പൈപ്പ് ലൈൻ പ്രോജക്റ്റ്. ആ ഒരു ഇത് വന്ന് April 9 കേസ് പോസ്റ്റ് ചെയ്തിരിക്കുക. അന്നേരം മാനേജ്മെന്റ് ഗവൺമെന്റ് അവിടെ എനിക്കെതിരെ തിരിഞ്ഞു. ഞാനും എന്തായി വില്ലനായി മാറി. 8 ദിവസം കഴിഞ്ഞ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ഹൈക്കോടതി പോയി കടപ്പുറത്തുള്ള നേതാക്കന്മാരും കൂട്ടിപ്പോയി ഈ ലോ ആക്ടിന്റെ വിധി സ്റ്റേ ചെയ്ത്. ഈ പരാതിക്കാരനെ എന്നെ ജസ്റ്റിസ് KK ഉഷയും കുര്യൻ ജോസഫും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് സ്റ്റേ ചെയ്യുന്നത്.
ലോകത്തിലെ പരാതിക്കാരനായിരുന്നു എന്നെ ഹിയർ ചെയ്തിട്ടില്ല. വെറും ഒന്നാലോ ഇത് ചെയ്ത് കമ്പനിക്ക് ഇതായിട്ട് മുമ്പോട്ട് പോകാൻ തടസ്സമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു ഇത് കൊടുത്ത് ഞാൻ ആ ഷോക്ക്ഡായിപ്പോയി. കാരണം ഞാൻ കമ്പനിക്ക് അനുകൂലമായി ലഭിച്ച ഒരു വിധിയാണ് ഇവർ കൊണ്ട് അട്ടിമറിക്കുന്നത്. ഇതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു പോയിന്റ് എന്താണ്? ഇ കെ നായനാർ മുഖ്യമന്ത്രി, സുശീല ഗോപാലൻ വ്യവസായ വകുപ്പ് മന്ത്രി, പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി, ആനത്തലട്ടം ആനന്ദൻ അവിടുത്തെ ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ്, കടകംപള്ളി സുരേന്ദ്രൻ ഡയറക്ടർ ബോർഡ് അംഗവും ടൈറ്റാനിയത്തെ CAT യൂണിയൻ പ്രസിഡന്റ്. കടകംപള്ളി സുരേന്ദ്രൻ അങ്ങനെ ഡയറക്ടർ ബോർഡാണ് ഈ പ്രോജക്റ്റ് കൊണ്ടിരുന്നത്. ഈ സാഹചര്യത്തിൽ ടൈറ്റാനിയം MD ഹൈക്കോടതി പോയി അട്ടിമറിക്കണമെങ്കിൽ ഈ ഇതിൽ ഇടപെട്ട CPM ഉന്നതൻ ആരാണ്? ആരോട് ചോദിക്കുക? അയാൾ ഒരിക്കലും പോകത്തില്ല അല്ലേ? ഇവരറിയാതെ പോയെങ്കിൽ അയാൾക്ക് ഒരു നടപടി എടുക്കണമായിരുന്നു. ഒരു നടപടി എടുത്തിട്ടില്ല. അപ്പോൾ ഇവരുടെ പദ്ധതിയായിരുന്നു ഇതെന്നുള്ളതാണ് ഇതിന്റെ വസ്തുത. യഥാർത്ഥത്തിൽ അവരുടെ ആ ഒരു പ്രോജക്റ്റ് തടസ്സം നിന്ന വ്യക്തി ഞാനാണ്. ഇല്ലെങ്കിൽ അന്ന് കരാർ കൊടുക്കാൻ സാധിക്കുമായിരുന്നു. ഇലക്ഷൻ തൊട്ട് മുമ്പാണ് ഇവർ ലോകത്ത് രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2001 മാർച്ചിൽ പദ്ധതി കരാർ കൊടുക്കും, 2002 സെപ്റ്റംബറിൽ ഇത് പൂർത്തീകരിക്കും എന്നും പറഞ്ഞ് ലോകത്ത് രൂപ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാം തയ്യാറായി നിന്നു. പിന്നീട് ഇതിന്റെ ടെൻഡർ പൊട്ടിച്ചപ്പോൾ കണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 108 കോടി എന്ന് പറഞ്ഞ കൊട്ടേഷൻ നൽകിയത് ആരാണെന്ന് മനസ്സിലാക്കണം. കെമട്ടൂർ എക്കോ പ്ലാനിംഗ് എന്നുള്ള ഫിൻലാൻഡിലെ കമ്പനി. ആ കമ്പനിക്കാണ് പിന്നീടും കരാർ കൊടുക്കുന്നത്. അന്ന് 2 പേര് കൊട്ടേഷൻ കൊടുത്തു. രണ്ടാമത്തെ കൊട്ടേഷൻ 78 കോടിയായിരുന്നു. 30 കോടി വ്യത്യാസം. പക്ഷെ ഇവർ ഈ 108 കോടിക്ക് കരാർ കൊടുക്കാൻ തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നുള്ളതാണ്. 25/11/2000 20/1/2001 ഈ പദ്ധതി അംഗീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ഇതെല്ലാം പിന്നീട് വിസ്മരിക്കപ്പെട്ടു. ഉമ്മൻചാണ്ടി കൊണ്ടുവന്നായി പറയുന്നത് ആ ഇറക്കിയ അതിനെയാണ് സ്റ്റേ മേടിക്കുന്നത്. അത് അട്ടിമറിക്കപ്പെട്ടു. ഓക്കെ, ആ നയനാർ സർക്കാരിന്റെ കാലഘട്ടം അതങ്ങനെ കഴിഞ്ഞു. പിന്നീട് AK ആന്റണി 2001 മുഖ്യമന്ത്രിയായിട്ട് വരുന്നു.